എപ്പോഴും അവരെ സ്ഥലത്തോട്ട് നമ്മൾ പോകും, നമ്മളിങ്ങോട്ട് വിളിക്കണം. പിന്നെ എന്താ പറയണം, പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ബ്രോ. ഇത് തന്നെ ഇതുപോലെ പറ്റിക്കാനും വെട്ടിക്കാനും വരുന്നവരാണെങ്കിൽ അവൻ വണ്ടി കൊണ്ടുപോയി. വണ്ടി കൊണ്ടുപോയി, അതായത് നോക്കും ഫേക്ക് ആണ് നമ്മൾ പ്രൊഫൈൽ. നമ്മളിപ്പോ മാർക്കറ്റ് പ്ലേസിലാണ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇടുമല്ലോ, പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് മെസ്സേജസ് വരും. അപ്പൊ നമുക്ക് തോന്നുമല്ലോ ഒരാൾ ജെന്യൂൻ ആണെന്ന് തോന്നുമല്ലോ. നിനക്ക് എങ്ങനെ ഒരുപാട് മെസ്സേജ്? ഞാൻ ടയർ ഇട്ടിട്ട് ഇതുവരെ ഒരു മെസ്സേജ്. അത് വണ്ടി കാറായതുകൊണ്ടാണ് ബ്രോ ഇഷ്ടം. 40-45 വ്യൂസ് എങ്ങാണ്ട് ഇതുവരെ വന്നതാണ്. ടയർ ആയതുകൊണ്ടായിരിക്കും. കാറ് ആകുമ്പോൾ 600 ഇച്ചിരി കൂടുതലാണോ? 500 ആക്കിയാലോ? എനിക്ക് 1200 രൂപയ്ക്ക് എടുത്ത് ചെലവായത്. മെസ്സേജ് പറയാന്ന് ഞാൻ പിന്നെ വെയിറ്റ് ആദ്യം ഇട്ടിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. ഏപ്രിൽ നോമ്പ് സമയത്തായി, എനിക്ക് നോമ്പല്ലേ, നോമ്പായപ്പോൾ ഈ പിന്നെ പള്ളിയിലേക്ക് ഞാൻ ഏപ്രിൽ വയ്ക്കാതെ ഞാൻ അപ്പോൾ ഇങ്ങനെ വേണ്ട പള്ളിയിലേക്ക് എപ്പോഴും പോകണം, അത് പാടായിരിക്കും എന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ നീ ഇപ്പൊ എങ്ങാനും കൊടുത്താൽ മതി. പോകുന്നതിന് ഒരാഴ്ച മുന്നേ വിട്ടിട്ട് ആ കാശ് മേടിച്ച് നാട്ടിൽ അതെങ്ങനെ? ഞാൻ മോനെ ഒരു $500 കുറച്ചാളാന്ന് പറഞ്ഞ് ഇവനോട് കെഞ്ചി, ഒരു $500 കുറച്ചാളാ. പറ്റത്തില്ല, ഞാൻ ഇപ്പൊ തന്നെ വിൽക്കുമെന്ന് പറഞ്ഞ കൊണ്ടുപോയിട്ടാ തെണ്ടി. ഒരു സങ്കടമില്ല, അവനൊരു കണ്ണിച്ചോരല്ല. മോനെ ഒരു 500 രൂപ കുറച്ചാളാന്ന് ഞാൻ പറഞ്ഞിട്ട് അവൻ ചെയ്തില്ല. പറ്റത്തില്ല ബ്രോ, എനിക്ക് 5000 ഇപ്പൊ തന്നെ അന്ന് രാത്രി. അല്ല പൈസ എനിക്ക് ഇച്ചിരി സമയം തരണം, ഒരു 2 പേച്ചൊക്കെ ഇട്ടിട്ട് ഇവന് കൊടുക്കാന്നുള്ള രീതിയിലേ. ഞാനൊന്ന് ശരിയാ, ഞാനൊന്നെങ്കിൽ ഒന്ന് റൗണ്ട് അടിച്ച് കുറച്ച് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ മേടിച്ചൊക്കെ ആക്കാന്ന് വെച്ചാൽ അപ്പഴത്തേക്ക് ഇവന് അന്ന് രാത്രി തന്നെ വണ്ടി വിറ്റു. എനിക്കാണെങ്കിൽ ആൾക്കാർ വന്നോണ്ടേയിരിക്കുന്നത് വണ്ടി ഇതാകുമ്പോഴേ വണ്ടി ഹോണ്ട സിവിക്ക് 5 മോഡല് 2005 മോഡൽ വണ്ടി കിടില വണ്ടിയാണ്. ഒരു നല്ല സെറ്റ് വണ്ടിയാണ്. ആകെ ഒരു പ്രശ്നം മൈലേജ് കുറവാണ്. എന്താ വിറ്റത് മെയ് ലാസ്റ്റ്. എന്നാ ഓർക്കണം അർജുനെ, അത്ര പോലെ സമയം നഷ്ടമായിരുന്നു. ഇപ്പൊ വണ്ടി ഉണ്ടായിരുന്നു ജോലിക്കും പോയി. ഞാൻ ഇനിയും പറയും. ഇച്ചിരി നേരത്തെ വെയിറ്റ് ചെയ്തായിരുന്നെങ്കിൽ ഈ മെയ് ആകുമ്പോ എനിക്ക് വണ്ടി ഓടിയാ. പക്ഷെ എനിക്കിനിയും പറ്റത്തില്ല, ഞാനും മേടിക്കായിരുന്നു നന്നായി. സത്യം അല്ലേ? അല്ലല്ല, അന്ന് ഞാനാ വണ്ടി ഓടിച്ചിട്ട് ഇനി ഞാനാ വണ്ടി വിൽക്കാൻ പറഞ്ഞു. അതിനിപ്പോ നാട്ടിൽ പോയില്ലേ? നീ ഇവിടുന്ന് പോകുന്നില്ലേ? നീ ഇവിടെ തന്നെ നമ്മളാണ് യുഎസ് നമുക്ക് എല്ലാവരും ട്രിപ്പ് നമ്മളെ കൂടെ വിളിക്കണേ. നമ്മള് BC-ന്ന് വരാം. ഫ്ലൈറ്റ് പിടിച്ച് ഒണ്ടാരിയോയിൽ വന്നിറങ്ങാം. എന്നിട്ട് അവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ച് നമുക്ക് അല്ല വേണം. നിങ്ങള് BC-ലേക്ക് പോകുന്നുണ്ട് ജോലിയോ? അല്ല, ഞാൻ അങ്ങോട്ട് പോവാൻ നോക്കണ്ട്. അങ്ങോട്ടൊന്നല്ല, പല അല്ല നീ പോണ്. നീ പോകുന്നില്ലേ? അല്ലടാ ഞാൻ പറഞ്ഞത് ഞാൻ സെപ്റ്റംബർ അല്ല അല്ല ഞാൻ പറഞ്ഞ അർജുനെ, ഞാൻ പറയണത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോകുന്നുണ്ടോ അങ്ങനെ പ്ലാൻ ഇല്ല. ഞാൻ എനിക്ക് തിരിച്ചു വരാൻ എനിക്ക് അറിഞ്ഞൂടെ എന്താ പറഞ്ഞു ഇതിലൊന്നായിരുന്നു. അല്ല അർജുന, ഞാൻ പറഞ്ഞെന്തറിയോ, ഞാൻ ഓഗസ്റ്റ് 25-ന് പോകും ഇൻഷാല്ലാ. അപ്പൊ അതിന് മുന്നോടിയായിട്ട് പോകാനാ ഞാൻ പ്ലാൻ ചെയ്യണം. മനസ്സിലായോ? എങ്ങോട്ട്? യുഎസിലോട്ടെ നമുക്കൊരു കറക്കം കറിയിട്ടെ. അത് നടക്കും. ഓഗസ്റ്റ് 25 നോക്കേ നൈസ് കാണാതെ. ഇത് നമ്മുടെ അവസാനത്തെ ട്രിപ്പ്. കാരണം ഇനി എല്ലാവരും ഒരുമിച്ച് കൂടുന്നത് എനിക്ക് തോന്നുന്നില്ല. വന്നു കഴിഞ്ഞാൽ നീ വന്നിട്ട് പിന്നെ ഇവിടെ തന്നെ നിൽക്കാനാണ്. വന്നിട്ട് ഞാൻ പോകണം. വന്നിട്ട് ഞാൻ കുറച്ച്